ഗൈസ് മൊത്തം പോയി. എല്ലാം ഫെയിലിയറാണ്. നമ്മുടെ മൗണ്ടിങ്സ് എല്ലാം ഫെയിലിയറായി. എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല. ടോട്ടൽ ഫെയിലിയർ. സ്റ്റിക്കി മൗണ്ട്സ് മൊത്തം പോയി. എന്ത് ചെയ്യും ഒരു പിടുത്തമില്ല. ഇനി ഫർദർ പ്ലാൻസ് എന്താണെന്ന് നോക്കണം. ടോട്ടൽ ഫെയിലിയറാണ്. വെൽക്കം ടു എസെൻഷ്യൽ ഗിയർ. എസെൻഷ്യൽ ഗിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻട്രോയിൽ കണ്ടമാതിരി നമ്മുടെ 2 മൗണ്ടിങ്സ് ഫെയിലായി. സ്റ്റിക്കി ടൈപ്പ് ആണെങ്കിൽ ശരി, അതേപോലെ ഈ നെയിൽ ടൈപ്പ് ആണെങ്കിലും ഇത് ചെറിയൊരു കോണ്ടാക്ട് പോയിന്റ് ആയതുകൊണ്ട് ഭയങ്കര ഫ്ലെൻസി. അതേപോലെ ഇത് റൊട്ടേറ്റ് ആയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിൽക്കുന്നില്ല, മൗണ്ട് ചെയ്ത് നിൽക്കുന്നില്ല. അതേപോലെ തന്നെ ഈ സ്റ്റിക്കി ടൈപ്പ് അതിനുള്ള എന്താ പറയുക, ഒരു പവർ ഇല്ല സ്റ്റിക്ക് ചെയ്യാൻ. ഒരു ചെറിയ ലോഡ് വരുമ്പോൾ തന്നെ ഇത് അഴിഞ്ഞു വരികയാണ്. ടൈൽസിൽ ട്രൈ ചെയ്ത് നോക്കി, എന്നാലും ലോഡ് കപ്പാസിറ്റി വളരെ കുറവാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാതെ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് തരുന്ന സമയത്ത് പ്രൊഡക്റ്റ് അത്രയും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം തരാൻ. അപ്പോൾ നമ്മുടെ 2 മൗണ്ടിങ്സും ടോട്ടൽ ഫെയിലിയറായി. ഞാനൊരു നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു ഇത് നിൽക്കുന്നുള്ളത്. ബട്ട് ടെസ്റ്റിംഗ് ഫേസിൽ വരുന്ന സമയത്ത് അത് ടോട്ടലി എന്താ പറയുക, ഫെയിലിയറായി. നമ്മുടെ വിത്ത് നെയിൽസ് മൗണ്ടിങ് ആണ്, സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്ന മൗണ്ടിങ് ആണ്. അത് കണ്ടില്ലേ, ഭയങ്കര ഫ്ലിൻസിയാണ്, ഭയങ്കരമായിട്ട് ആടുന്നുണ്ട്. ടോട്ടൽ അഴിഞ്ഞു വരുന്നില്ല, കേട്ടില്ലേ, ലൂസായി കളിക്കുന്നു. ടോട്ടൽ ഫെയിലിയറാണ്, ടോട്ടൽ ഫെയിലിയർ. അതേപോലെ നമ്മുടെ സ്റ്റിക്കി മൗണ്ട്സ് ഒട്ടിച്ചത് പേർന്നു വന്നു, ഡാമേജ് ആണ്. പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. മൊത്തം ഫെയിലിയറായി ഇരിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ കയ്യിൽ 3D പ്രിൻ്റർ ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മൗണ്ടിങ്സ് 3D പ്രിൻ്റ് ചെയ്തുകൂടാ? നമ്മളൊരു സാമ്പിള് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളൊരു സാമ്പിൾ പ്രിൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിനുശേഷം 3D പ്രിൻ്ററിനെ കുറിച്ച് നോക്കിയില്ല. മാർക്കറ്റിൽ കിട്ടുന്ന മൗണ്ടിങ്സ് ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതായിരുന്നു ഐഡിയ. കാരണം മെറ്റലിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തുകൊണ്ടും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നന്നായി വരിക. അപ്പോൾ ഞാൻ ഒന്നും കൂടി റിസർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇതേപോലെ 2 ടൈപ്പ് മൗണ്ടിങ് ഒന്നും ചെയ്താൽ ശരിയാവില്ല. നമ്മുടെ മൗണ്ടിങ് വന്നിട്ട് സ്റ്റിക്കി ടൈപ്പ് ആണെങ്കിലും നെയിൽ ടൈപ്പ് ആണെങ്കിലും അതൊരു കോമൺ പ്ലാറ്റ്ഫോമിലായിരിക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഒരു യുണീക്ക് ലൈക്ക് ഒരു മോഡുലാർ സ്റ്റൈൽ മൗണ്ടിങ് ആണ് വേണ്ടത്. നമുക്ക് ഇപ്പോൾ സ്റ്റിക്കി ടൈപ്പ് ആണെങ്കിലും ഇത് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും രണ്ടിലേക്കും കോമൺ മൗണ്ടിങ് ആയിരിക്കും വേണ്ടത്, ഒരേ സ്റ്റൈലായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് തോട്ട് എനിക്ക് വന്നത്, ഇപ്പോൾ നമ്മളൊരു സ്റ്റിക്കി മൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തു. പക്ഷെ നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് വന്നു കഴിഞ്ഞാൽ, അപ്ഗ്രേഡ്സ് മീൻസ് അടുത്ത ഡിസൈൻസ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് ആ ഡിസൈനിലോട്ട് മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിച്ച് ഇളക്കി എടുത്തിട്ടേ നമുക്ക് അടുത്തത് വെക്കാൻ പറ്റുള്ളൂ. അതൊരു മോഡുലാർ അല്ല. നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു സ്റ്റിക്കി ടൈപ്പ് നമ്മൾ ചെയ്തിട്ട് കണ്ടില്ലേ, ഇങ്ങനെ വാളിൽ നിന്ന് നടന്നു വന്നു. ശരിക്കും ഇത് വാളിൽ അറ്റാച്ച് ചെയ്യാൻ പാടില്ല. സ്റ്റിക്കി ടൈപ്പ് നമുക്ക് സ്മൂത്ത് സർഫസിലേ ചെയ്യാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടും ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരണം, ഒരു കോമൺ മൗണ്ടിങ് ആയിരിക്കണം. അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ടൈപ്പ് ഒരു മൗണ്ടിങ് ഡിസൈൻ ചെയ്തെടുത്തത്. ഇത് കോമ്പാക്ട് ഡിസൈനാണ്. ഇത് ഇങ്ങനെ 2 പീസായിട്ടാണ് വരിക. അപ്പോൾ ഈ പീസ് കോമൺ ആണ്. ഇത് വാളിൽ നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യും, ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഇതിലോട്ടാണ്, എന്താ പറയുക, നമ്മുടെ അക്രിലിക്കിലാണ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ സാധനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം, അഴിക്കാം.
ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു സ്ലൈഡിങ് ടൈപ്പാണ്. ലോക്ക് ചെയ്ത് അവിടെ നിൽക്കും. നല്ല ബലമുണ്ട്, സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിത് എപ്പോൾ വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. പുതിയ ഡിസൈൻസ് വന്നാലും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഹോൾസ് റിമൂവ് ചെയ്തിട്ട് ഈ ഭാഗത്ത് സ്റ്റിക്കി നമുക്കൊരു 3M ടേപ്പ് കാര്യങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാൾ മൗണ്ട് ചെയ്തിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ്. ഇപ്പോൾ നമുക്ക് ഈ ബേസ് 2 ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ മൗണ്ടിങ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യേണ്ടത് ഇതിൽ ചെയ്യാൻ പറ്റും. മറ്റേ ടൈപ്പിലാണെങ്കിൽ ഈ സ്ക്രൂ നമ്മൾ കളഞ്ഞ് ഇതിനകത്ത് എന്താ പറയുക 3M ടേപ്പ് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് ടൈപ്പായിട്ട് എടുക്കും. ഇത് രണ്ടിലേക്കും ഈ മൗണ്ട് കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഈ ഒരു അറ്റാച്ച്മെന്റ്, ഐ മീൻ ഈ അക്രിലിക്കിന്റെ അറ്റാച്ച്മെന്റ് മാത്രം മാറ്റിയാൽ മതി. നമുക്ക് ഏത് ഇതിലേക്ക് വേണമെങ്കിൽ സർഫസിലേക്ക് ഇത് എന്താ പറയുക ഈ മൗണ്ടിങ്ങിലോട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇപ്പൊ ഇത് പെർമനന്റ് ഫിക്സർ ആയിട്ട് നമുക്ക് വാളിൽ വെക്കാം. ഇത് ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഒരേ ഡിസൈനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എപ്പോൾ വേണമെങ്കിലും ഇടാൻ അഴിക്കാം. അഥവാ നമുക്കിപ്പോൾ വാൾ ഹുക്ക് റിമൂവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലും ഇത് കാണാൻ ഭംഗിക്കുറവൊന്നുമില്ല. സോ അങ്ങനെ ഒരു ഡിസൈൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് വേറൊരു സപ്ലയറെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ 2 മൗണ്ട്സും ഫെയിലായത്, അല്ലെങ്കിൽ അതൊരു ഫെയിലിയർ ആയത് ഒരു കണക്കിന് നന്നായി. നമുക്കൊരു ബെറ്റർ മൗണ്ട് കിട്ടി. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ തളരരുത്. നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒന്നും കൂടി ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും ഈ 2 സാധനവും ഫെയിലിയർ ആയപ്പോൾ തീർന്നു, നമ്മുടെ ഈ പ്രൊജക്റ്റ് തന്നെ തീർന്നു എന്ന് വിചാരിച്ചതാണ്. ബട്ട് സ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ രാത്രി 2 മണിക്കാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് റെഡിയാക്കി ഞാൻ ഈ സാമ്പിൾ പ്രിന്റ് ചെയ്യുന്നു. ഞാൻ എന്നിട്ട് അത് ഇപ്പോൾ ഒരു എന്താ പറയുക ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സ്റ്റിക്കി മൗണ്ട് ആയിട്ട് ചെക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഹാങ് ചെയ്തിട്ട് എത്ര കപ്പാസിറ്റി വരും. എൻ്റെ ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 300 grams to 100 grams പറഞ്ഞാൽ 0.5 kg വരെ നമുക്ക് സ്റ്റിക്കി മൗണ്ടിൽ ആഡ് ചെയ്യാൻ പറ്റും. ഐ മീൻ കപ്പാസിറ്റി ഉണ്ടാവും ഇതിൻ്റെ. അതേപോലെ വിത്ത് ഹുക്ക് ആണെങ്കിൽ 2 kg നമുക്ക് ഈസിലി ഹാങ് ചെയ്യാം. അപ് ടു 2 kg ഈസിലി ഹാങ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. ഇനി അതിൻ്റെ ചെക്കിങ് ഒന്ന് നടക്കണം, അതിൻ്റെ ഒന്ന് വെരിഫൈ ചെയ്യണം. ഞാൻ എൻ്റെ പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, 3D പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫുൾ എന്താ പറയുക പ്ലേറ്റ് 3D പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 2-3 സെഗ്മെൻ്റായിട്ട് 2-3 സ്ഥലത്തായിട്ട് ഇത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് തരാം. മോസ്റ്റ്ലി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മറ്റേ 2 ഇത് ഫെയിലിയർ ആയ പോലെ ഇത് ഫെയിലിയർ ആവില്ല എന്ന് വിചാരിക്കുന്നു. സ്റ്റിൽ എനിക്കിതൊരു നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. എന്തുകൊണ്ട് നമ്മളിത് നേരത്തെ തിങ്ക് ചെയ്തില്ല? കാരണം ഒരു ഫെയിലിയർ വന്നാലല്ലേ ഒരു സക്സസ് വരുള്ളൂ. എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്നിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം. ഇഫ് എവറിത്തിങ് ഗോസ് ഓൺ വെൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം. ഓൾറെഡി വെബ്സൈറ്റിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മോസ്റ്റ്ലി ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു പ്രോസസ്സിലൂടെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യണം. അപ്പോൾ എല്ലാവിധ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ശ്രീജിത്ത്.